ശ്രീ C.R. മഹേഷ്. സർ, സുനാമി ദുരന്തം മൂലം തകർന്നുപോയ ഒരു പ്രദേശമാണ് സർ ആലപ്പാട് പഞ്ചായത്ത്. TS കനാലിനും അറബിക്കടലിനും ഇടയിലായി കേവലം 17 കിലോമീറ്റർ നീളത്തിൽ ഒരു റിബൺ പോലെ ഉള്ള പ്രദേശമാണ് ആലപ്പാട്. മാത്രവുമല്ല, വർഷങ്ങളായി അയ്യാറി ഖനനം നടത്തുന്ന ഒരു പ്രദേശമാണ്. അതുകൊണ്ട് തന്നെ കടലും കായലും തമ്മിൽ ഒരുമിക്കുന്ന നിമിഷം ഏതാണ് എന്ന് ഭീതിയോടുകൂടി ഒരു ജനത നോക്കിക്കാണുകയാണ്. സർ, ഈ അവസ്ഥ മുമ്പോട്ട് പോയാൽ ഈ രാജ്യത്തിൻ്റെ ഭൂപടത്തിൽ നിന്ന് പോലും ഈ പ്രദേശം അപ്രത്യക്ഷമാകുമോ എന്ന് പറഞ്ഞാൽ അത് അതിശയോക്തിയല്ല, ഭയമാണ് സർ. സർ, ഈ ആലപ്പാട് കടൽ കയറ്റം അതിരൂക്ഷമാണ്. അതിരൂക്ഷമായ കടലാക്രമണത്തിൽ അവിടുത്തെ ആരാധനാലയങ്ങൾ, റോഡുകൾ, വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഇതെല്ലാം തകരുന്നത് നിത്യസംഭവമാണ് സർ. സർ, കഴിഞ്ഞ രൂക്ഷമായ കടലാക്രമണ സമയത്ത് കേരളത്തിൽ 10 ഹോട്ട്സ്പോട്ടുകൾ സർക്കാർ കണ്ടെത്തി. അതിൽ ആലപ്പാട് ഉൾപ്പെട്ടിട്ടുണ്ട് സർ. സർ, കിഫ്ബി ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട് സമഗ്ര പുലിമുട്ട് പദ്ധതി നടപ്പിലാക്കുമെന്നും അതിനുവേണ്ടി 172.5 കോടി രൂപ സർക്കാർ 17/4/2023 ഉത്തരവ് ലഭിക്കുകയുണ്ടായി സർ. സർ, കഴിഞ്ഞ ഈ 4 വർഷവും ഞാനിത് നേരത്തെയും ഈ നിയമസഭയിൽ സബ്മിഷനായി, ശ്രദ്ധ ക്ഷണിക്കലായി, പ്രസംഗത്തിലൊക്കെ സൂചിപ്പിച്ചിട്ടുള്ളതാണ്. അങ്ങ് ഇക്കാര്യത്തിൽ ശക്തമായി ഇടപെടുന്ന മന്ത്രിയുമാണ്. ഞാൻ ആ കാര്യത്തിൽ അങ്ങേ അഭിനന്ദിക്കുക കൂടിയാണ്. പക്ഷേ കഴിഞ്ഞ കുറച്ച് നാളുകളായി മന്ത്രിസഭയുടെ അംഗീകാരം ആവശ്യമാണെന്ന് കണ്ട് ഇത് ആ ഫയല് ഇരിക്കുന്നിടത്ത് തന്നെ ഇരിക്കുകയാണ് സർ. സർ, ഇപ്പോൾ ദൈവാധീനത്തിനാണ് ഈ മൺസൂൺ കാലഘട്ടത്തിലൊന്നും വലിയ രൂക്ഷമായ കടലാക്രമണം ഉണ്ടാകാതിരുന്നത്. സർ, പ്രാർത്ഥിക്കുകയാണ് അവിടുത്തെ പ്രദേശത്തെ മുഴുവൻ ജനങ്ങളും. അതുകൊണ്ട് തീർച്ചയായിട്ടും ഈ കാര്യത്തിൽ അടിയന്തരമായി ഈ പദ്ധതി പുലിമുട്ട് നിർമ്മിക്കുന്നതിനുള്ള ടെട്രാപാഡ് ഉപയോഗിച്ചുകൊണ്ടുള്ള കടൽഭിത്തി നിർമ്മാണത്തിന് വേണ്ടിയിട്ടുള്ള അങ്ങ് നടപടി സ്വീകരിക്കണം, ഇടപെടണമെന്നാവശ്യപ്പെടുകയാണ്. സർ, മറ്റൊരു ഇതുമായി ബന്ധപ്പെട്ട് ഒരു പ്രധാനപ്പെട്ട കാര്യം സർ, ഇങ്ങനെയൊക്കെ സർ വളരെ പ്രധാനപ്പെട്ട കാര്യം സർ, രാജ്യത്തെ കൊള്ളയടിക്കുന്ന ഒരു സമീപനമാണ് സർ ഇപ്പോൾ കേന്ദ്ര സർക്കാർ ഈ കടൽ മണൽ ഖനനവുമായി ബന്ധപ്പെട്ട് യാതൊരു പാരിസ്ഥിതിക പഠനവും നടത്താതെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. നിയമസഭ സംയുക്തമായി മുഖ്യമന്ത്രി പ്രമേയം പാസ്സാക്കി അതിനെ അഭിനന്ദിക്കുകയാണ്. സർ, അക്കാര്യത്തിൽ ഇതിൻ്റെ ഒരു ഭീതി, ഇതിൻ്റെ വരുംവരായക പ്രധാനമന്ത്രിയെ കണ്ട് ബോധ്യപ്പെടുത്താൻ പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെ, മുഖ്യമന്ത്രി ഉൾപ്പെടെ, വകുപ്പ് മന്ത്രി എന്നുള്ളതിൽ അങ്ങ് ഉൾപ്പെടെ ഒരു സർവകക്ഷി യോഗം, സർവകക്ഷി സംഘം പ്രധാനമന്ത്രിയെ കണ്ട് ഇതിൻ്റെ ഭീകരാവസ്ഥ ബോധ്യപ്പെടുത്തണം എന്നുകൂടി സബ്മിഷനിലൂടെ ആവശ്യപ്പെടുകയാണ് സർ. സാർ, 2021-22 ഡിവൈഎഫിൻ്റെ ബഡ്ജറ്റ് പ്രസംഗത്തിൽ തീരദേശ പരിരക്ഷ നടപടികൾ രൂപകൽപ്പന ചെയ്ത് നടപ്പിലാക്കുന്നതിനായി ഒരു ബൃഹത് പദ്ധതിയാണ് പ്രഖ്യാപിച്ചത്. ആയതിന് 5300 കോടി രൂപ ചെലവ് പ്രതീക്ഷിച്ചു വരുന്നു. ലോകബാങ്ക്, ADB, കിഫ്ബി തുടങ്ങിയ വിവിധ സ്രോതസ്സുകളിലൂടെ ഈ പദ്ധതിക്ക് ധനസഹായം ലഭിക്കും എന്നും ഏറ്റവും ദുർബലമായ പ്രദേശങ്ങളെ സംരക്ഷിക്കുന്നതിനുള്ള ആദ്യഘട്ടത്തിന് 1500 കോടി രൂപ വിഹിതം കിഫ്ബി നൽകുമെന്നും പ്രഖ്യാപിച്ചിരുന്നു. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ ഇറിഗേഷൻ വകുപ്പ് കേരളത്തിൽ രൂക്ഷമായ കടലാക്രമണം നേരിടുന്ന 10 ഹോട്ട്സ്പോട്ട് പ്രദേശങ്ങൾ നിർദ്ദേശിച്ചിരുന്നു. ഹോട്ട്സ്പോട്ടുകളിലെ കടൽത്തീര സംരക്ഷണ പ്രവർത്തനം കിഫ്ബി വഴി നടപ്പാക്കാനാണ് വകുപ്പ് തീരുമാനിച്ചിട്ടുള്ളത്. ഹോട്ട്സ്പോട്ടുകളിൽ തീരത്തിനുതകുന്ന തരത്തിലുള്ള സൈറ്റ് സ്പെസിഫിക് ആയ തീരസംരക്ഷണ മാർഗം കണ്ടുപിടിച്ച് ഡിസൈൻ ചെയ്യുന്നതിലേക്കായി NCCR ചെന്നൈ എന്ന സ്ഥാപനത്തിൻ്റെ സാങ്കേതിക സഹായം വകുപ്പ് നേടുകയും ചെയ്തു. ചെല്ലാനം, ആലപ്പാട്ട്, കൊല്ലങ്കോട്, ഒറ്റമശ്ശേരി, കാപ്പാട്ട് എന്ന് തുടങ്ങി ഏതാണ്ട് എക്സ്ട്രീം ഹോട്ട്സ്പോട്ടിലെ ഡിസൈൻ NCCR നിന്നും നേടിയെടുക്കുകയും ചെയ്തു. ഇതിൽ ഒറ്റമശ്ശേരി, ചെല്ലാനം ഫേസ് 1 എന്നിവയ്ക്ക് കിഫ്ബി ധനസഹായം തയ്യാറായിട്ടുണ്ട്. അതിൽ ചെല്ലാനം ഫേസ് 2 പ്രവൃത്തി 95% പൂർത്തീകരിച്ചു. ഇറിഗേഷൻ വകുപ്പ് കണ്ടെത്തിയ ഗുരുതരമായ കടലാക്രമണ ഭീഷണി നേരിടുന്ന 10 ഹോട്ട്സ്പോട്ടുകൾ പ്രദേശങ്ങൾ ഉൾപ്പെട്ടതാണ് ആലപ്പാട്ട്. നിലവിലുള്ള കടൽഭിത്തികൾ വളരെ മുൻപ് തന്നെ നിർമ്മിച്ചതിനാൽ രൂക്ഷമായ കടലാക്രമണം മൂലം അവ പൂർണ്ണമായോ ഭാഗികമായോ തകർന്ന നിലയാണുള്ളത്. ആലപ്പാട് പോലെ തന്നെ പ്രാധാന്യം അർഹിക്കുന്നതും അടിയന്തര സ്വഭാവമുള്ളതും ജനങ്ങളുടെ ജീവനും സ്വത്തിനും നിരന്തര ഭീഷണി നേരിടുന്നതുമായ സ്ഥലങ്ങളാണ് മറ്റുള്ള 9 ഹോട്ട്സ്പോട്ടുകളും. നിലവിൽ ചെല്ലാനത്ത് ആദ്യ ബേസ് പ്രവൃത്തി നടത്തിയുണ്ടായി. ഇതിനായി 344.2 കോടി രൂപ ചിലവായി. ഇതോടൊപ്പം ഫേസ് 2 സമാനമായ തുക വേണ്ടിവരും. ഹോട്ട്സ്പോട്ട് മാത്രമല്ല, കടലാക്രമണം നേരിടുന്ന മറ്റു പ്രദേശങ്ങൾക്കും അടിയന്തര ഘട്ടങ്ങളിൽ തുകകൾ ചെലവഴിക്കേണ്ടി വരുന്നു.
ആയതുകൊണ്ട് തന്നെ സുസ്ഥിരവും നൂതനവുമായ പ്രവർത്തികൾ ഹോട്ട്സ്പോട്ടുകൾ ഉൾപ്പെടെയുള്ള നടത്തുന്നതിന് ധനസമാഹരണം സർക്കാരിന് വലിയ തടസ്സം സൃഷ്ടിക്കുന്നുണ്ട്. എന്നിരുന്നാലും ലഭ്യമായ തുകയുടെ അളവനുസരിച്ച് ആലപ്പാട്ട് ഉൾപ്പെടെയുള്ള ഹോട്ട്സ്പോട്ടുകൾക്കും കള്ളാക്രമണം നേരിടുന്ന പ്രദേശങ്ങൾക്കും സുസ്ഥിര സംരക്ഷണം ഉറപ്പുവരുത്താൻ ആവശ്യമായ നടപടി ഗവൺമെൻറ് സ്വീകരിക്കും. MLA സൂചിപ്പിച്ചത് വളരെ കറക്റ്റാണ്. ആ പ്രദേശത്ത് ഒട്ടേറെ ബുദ്ധിമുട്ട് നേരിടുന്ന വിവരം ഗവൺമെൻറ് പലതവണ ചർച്ച ചെയ്യപ്പെട്ടിട്ടുണ്ട്. എങ്കിലും അതിലൊരു പ്രയോറിറ്റി പ്രത്യേകിച്ച് NCCR റിപ്പോർട്ട് വരികയും അതിനാവശ്യമായ നടപടി സ്വീകരിച്ച് മുന്നോട്ട് പോവുകയും ചെയ്ത ഒരു ഹോട്ട്സ്പോട്ടാണ് ആലപ്പാട്ട് എന്നുള്ളതുകൊണ്ട് അതിനാവശ്യമായൊരു പ്രയോറിറ്റി തീർച്ചയായും നൽകുന്നതിന് ഗവൺമെൻറ് തയ്യാറാവും.